1936 ശിവപ്രസാദ് ഗുപ്ത എന്ന് പറയുന്ന ഒരാൾ ബനാറസിൽ കാശിയിൽ ഒരു ഭാരതമാതാ ക്ഷേത്രം ഉണ്ടാക്കി. ഈ ഭാരതമാതാ ക്ഷേത്രം ഉണ്ടാക്കിയപ്പോൾ അവിടെ പ്രതിഷ്ഠ നടത്തിയ ആരാന്നറിയോ? സാക്ഷാൽ മഹാത്മാഗാന്ധിയാണ് അവിടെ ഈ പ്രതിഷ്ഠ നടത്തി. ഭാരതമാതാവിൻ്റെ ക്ഷേത്രം ഇപ്പോഴും ഉണ്ട്. അപ്പോൾ ഭാരതമാതാവ് എന്ന് പറയുന്നത് സംഘപരിവാറിൻ്റെ അജണ്ടയാണോ? ഒരു ഇന്ത്യക്കാരൻ്റെ ആത്മവികാരമാണ്, പ്രചോദനമാണ് ഭാരതമാത എന്നുള്ള സങ്കല്പം. ഭാരത് മാതാ കീ ജയ്ന്ന് കോൺഗ്രസ്സുകാരല്ലേ വിളിച്ചുകൊണ്ടിരുന്നത്? ഈ കോൺഗ്രസ് അല്ല, പപ്പുവിൻ്റെ കോൺഗ്രസ് അല്ല, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഉണ്ടാക്കിയ കോൺഗ്രസിൻ്റെ മുദ്രാവാക്യം ഭാരത് മാതാ കീ ജയ് എന്നാണ്. ഇന്നിപ്പോൾ കോൺഗ്രസ്സുകാർ വിളിക്കുമോ? ജയ് ഹിന്ദ് വിളിക്കുമോ? വന്ദേ മാതരം വിളിക്കുമോ? വന്ദേ മാതരം എന്ന് എത്ര കോൺഗ്രസ്സുകാർ പറയും? വന്ദേ മാതരം എന്നുള്ളത് അവർ RSSൻ്റെ ആക്കി. വന്ദേ മാതരം അമ്മയെ വന്ദിക്കുന്നു എന്നാണ് പറയുന്നത്. അമ്മയെ വധിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്ന ആളുകളാണ് ഇന്നത്തെ കോൺഗ്രസ്സുകാർ. ഇന്നത്തെ ഇസ്ലാമിസ്റ്റുകളുടെ കൂലിപ്പണിക്കാരായ കോൺഗ്രസ്സുകാർ അമ്മയെ വന്ദിക്കണമെന്നല്ല, അമ്മയെ വധിക്കണമെന്ന് പറയുന്നവരാണ്. കമ്മ്യൂണിസ്റ്റുകാരും അതിൻ്റെ കൂടെയാണ്. അതുകൊണ്ടാണ് ഭാരത് മാത എന്ന് പറയുമ്പോൾ ഇവർക്ക് വിഷമമുണ്ടാകുന്നത്. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, ഈ ഗാന്ധി ഉദ്ഘാടനം ചെയ്തു എന്ത് ഭാരത് മാതാ ക്ഷേത്രമെന്ന്. ഗാന്ധി എന്താ വിളിക്കുന്നത്? ഗാന്ധിക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന വിശേഷം എന്താ? രാഷ്ട്രപിതാവ് അല്ലേ? ഇപ്പം ഈ ശിവൻകുട്ടി എന്ന് പറഞ്ഞ വിവരദോഷിയായ വിദ്യാഭ്യാസ മന്ത്രി എന്ന് പറഞ്ഞ ഭാരത് മാത എന്ന് പറയുന്നത് ഭരണഘടനയിലും നിയമത്തിലും ഒരിടത്തിലും അംഗീകരിക്കപ്പെട്ടിട്ടുള്ള അല്ല ഈ ചിത്രം. അതെ, രാഷ്ട്രപിതാവ് എന്ന് പറയുന്നത് എവിടെയെങ്കിലും അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടോ? ഏത് നിയമപ്രകാരം, ഏത് ഭരണഘടന പ്രകാരം? മുമ്പ് 4-5 വർഷം, 2 വർഷം മുമ്പ്, 2 വർഷം കഷ്ടിച്ചേ ഉള്ളൂ, 2 വർഷം പോലും ആയില്ല, ആളുടെ പേര് ഞാൻ മറന്നുപോയി, സർക്കാരിന് എഴുതി ചോദിച്ചു മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവായി അംഗീകരിച്ചുകൊണ്ടുള്ള ഗവൺമെൻറ് ഉത്തരവിൻ്റെ കോപ്പി വേണമെന്ന്. വിവരാവകാശ പ്രകാരമാണ് മറുപടി വന്നത് അങ്ങനെ ഒരു ഉത്തരവില്ല എന്നാണ്. എന്ന് പറഞ്ഞാൽ അങ്ങനെ ഭരണഘടനാ പ്രകാരം ഇല്ല, വിളിച്ചിട്ടില്ല. അപ്പം നിങ്ങൾ രാഷ്ട്രപിതാവെന്ന് വിളിക്കുന്നത് എങ്ങനെയാണ്? അപ്പം അതൊരു സങ്കല്പമാണ്. അതൊരു സങ്കല്പമാണ് അല്ലേ? അതൊരു വിശ്വാസമാണ്, അതൊരു ആദരവാണ്. അതെ. ഇനി നിങ്ങൾ ജവഹർലാൽ നെഹ്റു, ഇവിടെ പൂവും കുത്തി പിള്ളേരെ പറ്റിച്ചു നടക്കുന്ന ഒരു മനുഷ്യനുണ്ടല്ലോ ജവഹർലാൽ നെഹ്റു, അയാളെ എന്താ വിളിക്കുക? രാഷ്ട്രശില്പി. എവിടെ? ആര് പറഞ്ഞു? ഏത് നിയമപ്രകാരം? അപ്പം മഹാത്മാഗാന്ധിയെ രാഷ്ട്രപിതാവെന്ന് വിളിക്കാൻ ഒരു നിയമവും, ഒരു സ്റ്റാറ്റ്യൂട്ടും, ഒരു ഭരണഘടനാ വ്യവസ്ഥയില്ല. നെഹ്റുവിനെ രാഷ്ട്രശില്പി എന്ന് വിളിക്കാനില്ല. ഭാരതമാതാവെന്നുള്ള സങ്കല്പം അതേപോലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി നമ്മുടെ ധീരദേശാഭിമാനികൾ ടാഗോറിൻ്റെ പാരമ്പര്യത്തിൽ നിന്നൊക്കെ ഉയർത്തിരിഞ്ഞു വന്ന ഉയർകൊണ്ട സങ്കല്പമാണ് ഭാരത് മാതാവെന്ന് എന്നുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.